വിഷു ആശംസകൾ. ഇന്ന് തമിഴ് ന്യൂ ഇയറും കൂടിയാണ്. ഹായ്, നമ്മുടെ വിഷു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ നിന്ന് തന്നെ നമ്മൾ കൊന്നപ്പൂ പറിക്കാൻ പോവാണ് കേട്ടോ. എൻ്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. തയ്യൽ ബാക്കി കിടക്കുകയാണ്. അക്കുവിൻ്റെ ഡ്രസ്സ് ഇന്ന് ഉറക്കളച്ചാലാണ് നാളെ വിഷുക്കോടി ഇടാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ കൊന്ന പറിക്കാനുള്ള ആയുധം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പൂവാടാ, പൂ പറിക്കാൻ പോവാം. അയ്യോ വാ വാ വാ, പൂ കിട്ടില്ലേടി. ഇത് നമ്മുടെ ഫ്ലാറ്റിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ആയിട്ട് ഒരു കൊന്നമരം ഉള്ളത്. അതിൽ കുറച്ചേ വിരിഞ്ഞിട്ടുള്ളൂ, ആകെ 2-3 കമ്പേ ഉള്ളൂ. അപ്പം നമ്മൾ ഇവിടുന്ന് സ്റ്റെപ്പ് ലാഡറും അതുപോലെ പൈപ്പ് വെച്ച് കെട്ടിയിട്ട് തോട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പോയത്. നല്ല ഹൈറ്റിലാണ് നിൽക്കണേ. ആകെ 2-3 ഉണ്ട്. ഇവിടെ സമ്മർ അങ്ങനെ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ നല്ല ചൂടിലാണല്ലോ ഈ കണിക്കൊന്ന വിരിയണേ. നാട്ടിലധികം നേരത്തെ ചൂട് തുടങ്ങിയ കാരണം കണിക്കൊന്നൊക്കെ വിരിഞ്ഞ് കൊഴിയാറായി എന്നൊക്കെ അമ്മ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ദേ ഇപ്പം ഇച്ചിരി കൊന്ന ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ കേട്ടോ. അത് മതി, നമുക്ക് കണി വെക്കാൻ അത് മതി. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇങ്ങനെ കൊന്ന ഇവിടെ നിന്ന് തന്നെ പറിച്ചേ. അത് കുറച്ചും കൂടെ പൂ അധികം ഉണ്ടായിരുന്നു. അപ്പോൾ 1-2 മലയാളീസ് നമ്മുടെ കൂടെ കൂടിയിട്ട് അത് നമ്മൾ ഷെയർ ചെയ്തിട്ടാണ് എടുത്തത്. ഇപ്രാവശ്യം അങ്ങനെ ആരും വന്നില്ല. രാത്രി നമ്മൾ ഒരുപാട് വൈകിട്ടാണ് പോയത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ പോയി. ഈ ആകെ 2 ഈ ഒരു കൊലയുള്ളൂ കേട്ടോ. അത് പറിച്ചതിൻ്റെ പകുതി പൂവ് പോയി. നന്നായി വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്ക് ആ അത്യാവശ്യത്തിനുള്ളതൊക്കെ കിട്ടി. ഞങ്ങൾ തന്നെ തോട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പോയത് കേട്ടോ. ഇപ്പം ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മുൻപൊന്നും കണിക്കൊന്ന കിട്ടിയിരുന്നില്ല. ഇപ്പോൾ ഈ 2 വർഷമായിട്ടുള്ളൂ എനിക്ക് കണിക്കൊന്ന കിട്ടി തുടങ്ങിയിട്ട്. അതിൻ്റെ അർമാദിക്കലാണ് കേട്ടോ. ഇവിടെ ചെന്നൈയിൽ വന്നതിന് ശേഷം, ഡൽഹിയിലുള്ള സമയത്തൊന്നും കിട്ടിയിരുന്നില്ല. അതിൻ്റെ അർമാദിക്കല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വിഷുവിന് കൊന്ന ഒരുക്കലും കണി ഒരുക്കലും സദ്യ ഉണ്ടാക്കലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എൻ്റെ തയ്യലൊക്കെ കഴിഞ്ഞ് ഒരുവിധം കുറേ വൈകിട്ട് പിള്ളേരെ കുറക്കിയതിന് ശേഷം ഞാൻ പിന്നെയും തയ്ക്കാനൊക്കെ ഇരുന്ന് അവസാനമാണ് കിച്ചണിൽ കയറിയത്. രാത്രിപ്പടി സമയം 1 മണി കഴിഞ്ഞു. 2 മണി ആവാറായി. ഞാനിവിടെ ഇഞ്ചിക്കറിക്കുള്ളത് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇഞ്ചിപ്പുളി ശരിക്കും ഇതൊക്കെ ഇന്നലെ കഴിയേണ്ടതാണ് കേട്ടോ. ഇഞ്ചിപ്പുളിയൊക്കെ ഇന്നലെ ഉണ്ടാക്കുന്നതാണ്. ഇന്നലെ സമയം കിട്ടിയില്ല. അപ്പം എൻ്റെ തയ്യൽ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ എന്തായാലും ഈ സമയമായി. എന്നാൽ പിന്നെ കുക്കിംഗ് കൂടെ ഞങ്ങൾ തുടങ്ങി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇഞ്ചിക്കറി, ഇൻസ്റ്റൻറ്റ് മാങ്ങാപ്പിക്കലിനുള്ളത്, ചിപ്സിനുള്ളത് എല്ലാം അതെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇന്നലെ തീരേണ്ട പണിയാണ്. ഇപ്പോൾ ഒന്നിച്ചങ്ങ് ചെയ്തേക്കാം. ഇഞ്ചിക്കറി മാങ്ങയൊക്കെ അതേ സെറ്റായിട്ടുണ്ട്. ചിപ്സൊക്കെ എല്ലാം കുറച്ചുള്ളൂ കേട്ടോ. അധികമൊന്നും അങ്ങനെ ഉണ്ടാക്കി വെക്കാറില്ല. എല്ലാം കുറച്ചേ ഉണ്ടാക്കുള്ളൂ. ക്വാണ്ടിറ്റി കുറയ്ക്കും, ഐറ്റംസ് കൂട്ടും. എനിക്കിങ്ങനെ 18 വിഭവങ്ങളുള്ള സദ്യ ഉണ്ടാക്കാൻ ഭയങ്കര താല്പര്യം കേട്ടോ. ഓണം, വിഷു ആ ദിവസങ്ങളിലൊക്കെ എനിക്ക് സദ്യ ഉണ്ടാക്കാനുണ്ട് ഭയങ്കര എനർജി. അല്ലാത്ത ദിവസം 1 ഐറ്റം 2 ഐറ്റം ഉണ്ടാക്കാൻ എന്ത് ബുദ്ധിമുട്ടാണെന്ന് അറിയാം. പക്ഷേ ഈ ഒരു സമയത്ത് എവിടെ നിന്നാണ് എനർജി കയറുന്നതെന്ന് അറിയില്ല. കുറേ വിഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാൻ തോന്നും. അപ്പോൾ ഇനിയിപ്പം ഞാൻ ഉറങ്ങണം. ഞാൻ സമയം കാണിച്ചത് കേട്ടോ. കണി വെക്കലും എല്ലാം കൂടെ ആയപ്പോൾ 3:15 ആയി. ഇനിയിപ്പം ഞാൻ എന്തിനാ ഉറങ്ങണേ? 4 മണിക്ക് കണി കാണിക്കാൻ എണീപ്പിക്കണ്ടേ? എന്നാലും ഒന്ന് ചാഞ്ഞിട്ട് വരാം. പിന്നെ ഞാനിങ്ങനെ കിടന്നൊന്നുമില്ല കേട്ടോ. കുറച്ചും കൂടെയൊക്കെ ഒന്ന് അടുക്കി പറക്കി പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കണി കാണിക്കാൻ കൊണ്ടുവരായിരുന്നു. ആദ്യം ഏട്ടനെ കൊണ്ടുവന്നു, പിന്നെ അക്കൂനെ കൊണ്ടുവന്നു, ദേനി അമ്മാളൂനെ കൊണ്ടുവരാണ് കേട്ടോ. രാത്രി ആയതുകൊണ്ട് വീഡിയോ അത്ര ക്ലാരിറ്റി ഇല്ല. അമ്മാളൂരാണെങ്കിൽ ഇത് കണ്ടിട്ട് അയ്യോ എന്നെ എന്തിനാണ് ഒടിച്ചുകൊണ്ട് കൊണ്ടുവന്നേ എന്നുള്ളൊരു ഭാവമായിരുന്നു. ആദ്യം കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ആള് ഓക്കെ. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ കണി കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ കണി ഒരുക്കിയത്. എനിക്കങ്ങനെ മുന്നേ അങ്ങനെ കണി ഒരുക്കിയുള്ള ശീലമൊന്നുമില്ല. നമ്മൾ ക്രിസ്ത്യൻസിൻ്റെ വീട്ടിൽ അങ്ങനെ വിഷു അങ്ങനെ കണി വെക്കാറില്ലല്ലോ. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഫുൾ ഹിന്ദുസിൻ്റെ വീടാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ അച്ചമ്മയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടാണ് ഞാൻ ഓരോന്ന് ചെയ്യുന്നത് കേട്ടോ. പിന്നെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ഇവിടെ ഏട്ടൻ്റെ അമ്മയുടെ അമ്മയുണ്ട്. ഞങ്ങൾ അമ്പലൂരമ്മ എന്ന് വിളിക്കും. അമ്മയാണ് ഇങ്ങനെ മഞ്ഞപ്പെട്ടാണ് ആദ്യം വെക്കേണ്ടത്, അരിയിലാണ് കൃഷ്ണനെ വെക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു തന്നെ. അപ്പോൾ എനിക്കറിയാവുന്ന പോലെ ഞാൻ കണി ഒരുക്കി. അതിനുശേഷം ഞാൻ പിന്നെ പോയി കിടന്നു കേട്ടോ. പിന്നെയൊക്കെ രാവിലത്തെ പണികളാണ്. ഇന്നത്തെ എൻ്റെ ഹെൽപ്പർ അക്കുവാണ്. ഇളക്കു നല്ലോണം ഇളക്കിക്കോ. ഇത് അക്കുവാണ്. തേങ്ങാക്കൊത്ത് പായസത്തിലേക്കുള്ള തേങ്ങാക്കൊത്ത് കഷ്ണാക്കി. പിന്നെന്താണ് അതെ അടുത്ത അക്കുൻ്റെ പണിയാണത് ബീട്രൂട്ട്. കൈ അടയുണ്ടോ? അന്നാ നിർത്തിക്കോ, ഞാൻ അമ്മാക്കിക്കാളാം. അയ്യോ ഞാൻ ബീട്രൂട്ട്
എടുത്തോ. ആ ഹൈ ഹൈ സദ്യവട്ടത്തിന്റെ അടുക്കള. അങ്ങനെ ദേ നമ്മൾ സദ്യയുടെ സമയമായി. 18 കൂട്ടം വിഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഫാമിലി ഫ്രണ്ട് എന്ന് പറയുന്നത് ഇവർ മാത്രമേ ഉള്ളൂ നമുക്ക് മലയാളി ഫ്രണ്ട്സായിട്ട്. ഞങ്ങൾ അങ്ങോട്ടും പോവും, അവരിങ്ങോട്ടും വരും. വേറെ അങ്ങനെ അധികം മലയാളി ഫ്രണ്ട്സ് ഒന്നും നമുക്കില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന ഫ്രണ്ട്സ് കുറച്ച് സ്കൂളിലൊക്കെ ഇങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടെന്നല്ലാതെ നമ്മൾ ഫാമിലി ആയിട്ടൊന്നും അങ്ങനെ മലയാളി ഫ്രണ്ട്സിന് കിട്ടിയിട്ടില്ല അവിടെ. അതുകൊണ്ട് ഉപ്പ് കൂടിയിട്ടുണ്ടായിരിക്കും. എല്ലാം വേണം, ഓൺലി ഇല മാത്രം അവസരം. അമ്മാലൂടെ നോട്ടം. അച്ഛൻ ഷെയറിന് ഭയങ്കര നാണായിരുന്നു വീഡിയോ എടുക്കുന്നത്. ഇവര് മുണ്ടെടുത്ത കാരണം താഴെ ഇരിക്കാൻ പറ്റാതെ ഇവര് മുകളിലാണ് ഇരുന്ന് കഴിച്ചത് കേട്ടോ. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറേ കത്തിയടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു. അപ്പോൾ ഫോട്ടോഷൂട്ടൊക്കെ കാര്യമായിട്ടൊന്നും നടന്നില്ല. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഒരിക്കലും ഫോട്ടോയും വീഡിയോ ഒന്നും കിട്ടില്ല. ഞാൻ റീലൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചതാണ്. അതല്ല ഞാൻ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാവരും പോയി. ഈ വർഷത്തെ വിഷു ഔദ്യോഗികമായി കഴിഞ്ഞതായി പ്രഖ്യാപിക്കുന്നു. അല്ല മാളോ? ഓ ഇവരെയൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും വിളിക്കാനുണ്ട്. ദൈവമേ, ഒരു ഫോട്ടോയ്ക്ക് മര്യാദയ്ക്ക് പോസ് ചെയ്യേണ്ടതാ തോന്നുന്നു. ഡോ കമ്മലൊക്കെ ഊരി ഫ്രീ ആയി. ഇനി ആ ഡ്രസ്സും കൂടെ ഒക്കെ ഒന്ന് ഊരിയിട്ട് കിടന്നാൽ സമാധാനം. ഇനി ഇതൊക്കെയാണ് അടുത്ത പണി. ഉണ്ടാക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇനി ഇതൊക്കെ എടുത്തൊന്ന് ശരിയാക്കാനാണ്. അയ്യോ, ക്ലീനിങ്ങിൻ്റെ അവിടേക്ക് കിടക്കാനാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? വിഷു ഓണമൊക്കെ ആഘോഷിക്കാൻ ഭയങ്കര രസമായിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ് ആണ്. അയ്യാ. അപ്പോൾ എല്ലാവരും വിഷുവൊക്കെ നന്നായി ആഘോഷിച്ചോ? ഇവിടെ നമുക്ക് പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും സദ്യയൊക്കെ കാര്യമായിട്ട് നടന്നു. എൻ്റെ ഹാഫ് സാരി എങ്ങനെയുണ്ട് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. ഹാഫ് സാരി നന്നായിട്ടുണ്ടോ എന്ന്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാനങ്ങനെ ഹാഫ് സാരി ആദ്യമായിട്ടാണ് എടുക്കണം, മുന്നേ എടുത്തിട്ടേ ഇല്ല. അപ്പോൾ ഹാഫ് സാരിയൊക്കെ എടുത്ത് വിഷുവൊക്കെ ആഘോഷിച്ചു. അക്കു എന്തെങ്കിലും പറയാനുണ്ടോ? ഹാപ്പി വിഷു പറയണോ? അയ്യോ, ഫോട്ടോ എടുക്കാനൊക്കെ വിളിച്ച് ഭയങ്കര ഡിമാൻഡാണല്ലോ. എൻ്റെ മോഡലാണ് രണ്ടാളും. ഈ മോഡൽസിന് കിട്ടാൻ ഭയങ്കര പാടാണ്. ഒരു ഫോട്ടോ എടുക്കാൻ വിളിച്ച് എന്നാ ഡിമാൻഡാണെന്ന് വിളിച്ചു. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.